നബിവാക്യം. ലോകസൃഷ്ടാവായ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു, ഹേ മനുഷ്യ, നിന്നിൽ എത്രമാത്രം പാപങ്ങളുണ്ടായാലും നീ എന്നോട് പ്രാർത്ഥിക്കുകയും എൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ഞാൻ നിനക്ക് പുറത്തു തരുന്നതാണ്. നീ ചെയ്ത പാപങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഹേ മനുഷ്യ, നിൻ്റെ പാപങ്ങൾ ഉപരിലോകത്തുള്ള മേഘപടലത്തോളം വലുതാകുകയും എന്നിട്ട് നീ എന്നോട് പാപമോചനത്തിനർത്ഥിക്കുകയും ചെയ്താൽ നിൻ്റെ പാപങ്ങളൊക്കെ നിനക്ക് ഞാൻ പുറത്തു തരുന്നതാണ്. ഹേ മനുഷ്യ, ഭൂമി നിറയെ പാപങ്ങളുമായി നീ എൻ്റെ അടുത്ത് വന്നു. എന്നിൽ യാതൊന്നിനെയും നീ പങ്കുചേർത്തിട്ടുമില്ല. എങ്കിൽ ആ ഭൂമി നിറയെ പാപമോക്ഷമായി ഞാൻ നിനക്ക് സമ്മാനിക്കും. ഇസ്ലാമിൽ പശ്ചാത്താപം അഥവാ തൗബ എന്നത് പാപങ്ങളിൽ നിന്ന് മുക്തനായി ദൈവത്തിങ്കലേക്ക് മടങ്ങുന്ന പ്രക്രിയയാണ്. പാപത്തെ ഉപേക്ഷിക്കുകയും അതിൽ ഖേദിക്കുകയും ഭാവിയിൽ അത് ചെയ്യാതിരിക്കാൻ ഉറച്ച തീരുമാനമെടുക്കുകയും ചെയ്യുക. അതോടൊപ്പം മറ്റുള്ളവരുടെ അവകാശങ്ങൾ വല്ലതും തൻ്റെ കൈവശത്തിലുണ്ടെങ്കിൽ അവ അതിനർഹരായവർക്ക് വകവെച്ചു കൊടുക്കുകയും ചെയ്യുക. ഇത് ആത്മാർത്ഥമായ മനസ്സോടെ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് സ്വീകാര്യമാകില്ല. മനുഷ്യർ തെറ്റുകൾ ചെയ്യുക എന്ന് സ്വാഭാവികമാണ്. ശരീരത്തിലെ മാലിന്യം ശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗമാണ് പശ്ചാത്താപം. ദൈവം ജീവിതവും മരണവും സൃഷ്ടിച്ചത് മനുഷ്യരിൽ ആരാണ് ഉന്നതർ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. നാഥൻ്റെ നിയമസംഹിതകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നവൻ വിജയം പ്രാപിക്കുന്നു. ആരതിന് വിരുദ്ധമായി ജീവിച്ചുവോ അവൻ പരാജയപ്പെടുകയും ചെയ്യുന്നു. പാപികൾക്ക് മടങ്ങാൻ അവസരമുണ്ട്. നിഷ്കളങ്കമായ പശ്ചാത്താപം നടത്തിയാൽ അവൻ പാപം ചെയ്യാത്തവനെപ്പോലെ പരിശുദ്ധനായി. പാരാവാര സമാനമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും ദൈവത്തിന് നന്ദി ചെയ്യാതെ അധമജീവിതം നയിക്കുന്ന മനുഷ്യൻ വൻപാപങ്ങൾ ചെയ്താൽ പോലും സൃഷ്ടാവ് പുറത്തു കൊടുക്കാൻ തയ്യാറാവുന്നു. ദൈവം എത്ര കരുണാമയനാണ്!